നമ്മൾ ഇപ്പോൾ പുതിയൊരു ടോപ്പിക് നമ്മൾ എടുക്കുകയാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് എന്താണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ കയ്യിലൊരു സ്കെയിലുണ്ട്. സോ ഈ സ്കെയിലിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ടേബിളുണ്ട്, അല്ലെങ്കിൽ ഒരു പെന്നുണ്ട്. സോ ഈ പെന്നിൻ്റെ ലെങ്ത് എനിക്കൊന്ന് മെഷർ ചെയ്യണം. ഇപ്പോൾ നോർമലി നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 6 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. സോ ഞാൻ വേറൊരു സ്കെയിലൂടെ യൂസ് ചെയ്തു. അതിനകത്ത് സെൻറ്റിമീറ്റർ കഴിഞ്ഞ് വീണ്ടും 10 ഡിവിഷനായിട്ട് വീണ്ടും ചെറിയ വാല്യൂസ് ഉണ്ട്. മില്ലിമീറ്റർ അടയാളപ്പെടുത്തിയ ഒരു സ്കെയിലുണ്ട്. സോ ആ സ്കെയിൽ കൊണ്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 6.2 സെൻറ്റിമീറ്റർ ആണ്. സോ ആ മില്ലിമീറ്ററിനെ വീണ്ടും ചെറുതാക്കി മെഷർ ചെയ്തിട്ടില്ല, അതിനെ വീണ്ടും 10 ഡിവിഷനാക്കി അളന്നിട്ടുള്ള, നിങ്ങൾ +2 ലാബിലൊക്കെ കയറുമ്പോൾ സ്ക്രൂ ഗേജ് വെർനിയർ എന്ന് പറഞ്ഞ ഡിവൈസുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 6.23 എന്ന് കിട്ടി. സോ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ് അതൊരു ട്രൂ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 6 സെൻറ്റിമീറ്റർ. രണ്ടാമത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് മറ്റൊരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തപ്പോൾ 6.2. അതായത് നമുക്ക് അതിനകത്ത് വീണ്ടും ആ സെൻറ്റിമീറ്ററിനെ ചെറിയ ഡിവിഷൻ ആക്കിയത് അടയാളപ്പെടുത്തിയ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 6.2 സെൻറ്റിമീറ്ററും. അതേപോലെ വീണ്ടും ആ മില്ലിമീറ്ററിനെ വീണ്ടും ചെറുതാക്കിയിട്ടുള്ള സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 6.23 എന്ന് പറയുന്ന ഒരു നമ്പറുമാണ്. സോ നമുക്കിതിനകത്ത് ഈ രണ്ട് വാല്യൂസുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ആ ഡിവൈസുകളുടെ ഡിവിഷൻ്റെ സ്മാൾ വാല്യൂ മെഷർ ചെയ്യാനുള്ള ഡിവിഷൻ്റെ അളവുകൾ കൂടുന്തോറും നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് മോർ ആക്യുറേറ്റഡ് ആയിരിക്കും. സോ അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ മെഷർ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ സയൻറ്റിഫിക്കലി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്? നമ്മൾ എടുക്കുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു നമ്പർ സെലക്ട് ചെയ്യാം, കോൺഫിഡൻസ് വാല്യൂ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ഡിവൈസിൻ്റെ ലെങ്തിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു വാല്യൂ ആണ് 6. അപ്പോൾ അതെല്ലാത്തിലും ഉണ്ടാവും. ആ 6ൻ്റെ കൂടെ ഒരു അൺസർട്ടൺ നമ്പറൂടെ ഉൾപ്പെടും. ഒരു അൺസർട്ടൺ നമ്പറൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടും. അതാണ് 2 അല്ലെങ്കിൽ ആ ഒരു വാല്യൂ. സോ ആ കോൺഫിഡൻസ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയാം. ആ ട്രൂ വാല്യൂവിൻ്റെ കൂടെ ഒരു അൺസർട്ടൺ നമ്പറൂടെ ചേർത്ത് നമ്മൾ നോർമലി കണ്ടെത്തുന്ന എണ്ണം, ആ ഒരു മെഷേർഡ് വാല്യൂവിൽ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റിയിലുള്ള നമ്പറുകളുടെ എണ്ണം എണ്ണിയെടുക്കുന്നതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്താൻ വേണ്ടി സിമ്പിളായിട്ട് കുറേ റൂളുകൾ ആദ്യം നമുക്കൊന്ന് പഠിക്കണം. സോ ഇതിലെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, അതിലെ ഫസ്റ്റ് വൺ, all non-zero digits are significant. All non-zero digits are significant. എന്താണ് all non-zero digits എന്ന് പറഞ്ഞത്? സീറോ അല്ലാത്ത ഏതൊരു നമ്പർ വന്നാലും ആ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുത്തോണം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തോണം. ഈ റൂൾസുകൾ ആദ്യം നമുക്ക് എഴുതിയിട്ട് നമുക്കിതിൻ്റെ എക്സാമ്പിളുകൾ കുറച്ച് നമുക്ക് പറയാം. സോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട റൂളാണ് ഓൾ ദ സീറോസ്. കാരണം നമ്മൾ ഏതൊരു നമ്പർ എടുക്കുമ്പോഴും അതിനകത്ത് സീറോ ഇൻക്ലൂഡ് ആണ്. സോ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് സീറോ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. കാരണം അല്ലാതൊരു നമ്പർ ഇപ്പോൾ 121 അല്ലെങ്കിൽ 2521 അങ്ങനെയൊക്കെ നമ്പർ കൂടാതെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഒരാൾ സീറോ ആണ്. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ two non-zero digits are significant. All the zeros between ഒരു സീറോ അല്ലാത്ത രണ്ട് നമ്പറുകൾക്കിടയിൽ, അതായത് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ ഒരു സീറോ വന്നാൽ അതിനെ എന്താക്കി എടുക്കണം? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, നമ്മൾ എടുക്കുന്ന നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെസിമൽ പ്ലേസ് ഉണ്ടായിരിക്കും. സോ ലെസ് ദാൻ 1ൻ്റെ കേസിൽ നമുക്കവിടെ പറയാവുന്നൊരു കാര്യം, ദ സീറോസ് ഓൺ ദ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ
decimal point. Decimal point before a non-zero digits are നമുക്ക് പറയാം നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതിനെ നമുക്ക് എന്തായിട്ട് എണ്ണി എടുക്കണ്ട. അതെന്തല്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല. നാലാമത്തെ പ്രധാനപ്പെട്ട റൂള്, ഫോർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വിത്തൗട്ട് എനി ഡെസിമൽ പ്ലേസ് ഇല്ല, ദശാംശം ഇല്ല, വിത്തൗട്ട് എനി ഡെസിമൽ ദ ട്രെയിലിംഗ് സീറോസ് ആർ. ഇവിടെ ട്രെയിലിംഗ് സീറോ എന്ന് പറയുന്നത് അവസാനം വരുന്ന സീറോ ആണേ. ദ ട്രെയിലിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. പ്രധാനപ്പെട്ട ഫിഫ്ത്ത് റൂൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഫോർ എ നമ്പർ വിത്ത് എ ഡെസിമൽ the trailing zeros are significant. ഫസ്റ്റിൽ ഞാൻ ഈ 5 റൂളുകൾ പറഞ്ഞു തന്നാലും പെട്ടെന്ന് നമുക്ക് ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ കണ്ടെത്താൻ വേണ്ടി പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് ചെയ്യാം. ഫസ്റ്റിലത്തെ പറഞ്ഞിരിക്കുന്ന ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 എന്നൊരു നമ്പർ പറയുകയാണെങ്കിൽ ഇതിനകത്ത് 0 ഇൻക്ലൂഡഡ് അല്ല. സോ 0 ഇൻക്ലൂഡഡ് അല്ലാതെ വന്നതുകൊണ്ട് ഇതിനെ നോൺ സീറോ ഡിജിറ്റ്സ് എന്നല്ലേ വിളിക്കുന്നത്. സോ ഈ നോൺ സീറോ ഡിജിറ്റായിട്ട് വരുന്ന മെഷേർഡ് ക്വാണ്ടിറ്റിയിൽ ഈ നോൺ സീറോ ഡിജിറ്റായിട്ട് വരുന്ന എല്ലാ നമ്പറിനെ എന്തായിട്ട് എടുക്കാം, നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുക്കാം. അതായത് ഇതിനകത്ത് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് 5 ആണ്. 1 2 3 4 5. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുക്കും. 1 2 3. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 4 1 2 1. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് ഇതിനകത്ത്? നോൺ സീറോ ഡിജിറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റൂൾ നോക്കുക. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു സീറോ ഇൻക്ലൂഡഡ് ആണ് ഒരു നോൺ സീറോ നമ്പറിനിടയിൽ. ഇപ്പം 101 1005 12003 ഈ പറയുന്ന നമ്പറിനിടയിലാണ് ആര് വന്നിരിക്കുന്നത്? 0 വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ട്രാപ്ഡ് സീറോ എന്നാണ് അറിയപ്പെടുന്നത്. സോ രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയിൽ ഒരു 0 ഇൻക്ലൂഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാപ്ഡ് സീറോ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ, കാരണം ഇവിടെ ഈ 1ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 1ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 1ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 1ഉം 2ഉം 3ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവർക്കിടയിലാണ് 0 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ 0യെ നമ്മൾ എന്തായിട്ട് എടുത്തേ പറ്റുകയുള്ളൂ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുത്തേ പറ്റുകയുള്ളൂ. ദാറ്റ് മീൻ 100 എന്ന് പറയുന്ന നമ്പറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 1005 എന്ന് പറയുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 12003 എന്ന് പറയുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇതിനകത്ത് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സോ മൂന്നാമത്തെ റൂൾ നോക്കുക. ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1. അപ്പം ഒരു നമ്പർ 1നേക്കാളും ചെറുത് എന്ന് പറയുമ്പോൾ വിത്ത് ഡെസിമൽ പ്ലേസിലായിരിക്കുമല്ലോ വരുന്നത്. 0.1 0.2 0.3 0.001 0.002 ആ ഒരു രീതിയിൽ വരും. സോ അവിടെ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ്. അതിൻ്റെ കൂടെ ഒരു കാര്യമുണ്ട്, ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിക്കോളൂ. 0.00123 ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? നമ്മുടെ റൂൾ പ്രകാരം പറയുകയാണെങ്കിൽ ഈ മെഷേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്നത് ഒന്നിൽ ചെറുതായ ഒരു നമ്പർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ 123 എന്ന് പറയുന്ന നമ്പറിന് മുന്നിലാണ് സീറോസ് വന്നേക്കുന്നത്. സീറോസ് ഒരു നമ്പറിന് മുന്നിൽ വരുന്ന സീറോയെ നമ്മൾ ലീഡിങ് സീറോ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ ലീഡിങ് സീറോയെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് കണക്കാക്കണ്ട?
സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻ ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 1 2 3 1 2 3. പക്ഷേ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. 1.00123. ഇങ്ങനെ വരുമ്പോൾ എന്താ, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസും ആണ്, അതിനുശേഷം ഒരു സീറോയുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെടുക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ലീഡിങ് സീറോ, അതായത് നമ്മൾ നോൺ സീറോ ഡിജിറ്റിന് മുന്നിൽ വരുന്ന സീറോസ്, അത് ഡെസിമൽ ഇൻക്ലൂഡ് ആണെങ്കിലും നമ്മൾ അതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആ സീറോയെ കണക്കാക്കില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ 1 ആണ്, ലാസ്റ്റ് നമ്പർ നോക്കുക 3, അപ്പോൾ അതിനുശേഷം 2 1, ഇവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവർക്കിടയിലാണ് ഈ സീറോ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് വിത്ത് ഡെസിമൽ പ്ലേസ്. സോ അതുകൊണ്ട് ആ സീറോയെ നമ്മൾ എന്തെടുത്തേ പറ്റുകയുള്ളൂ, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് എടുത്തേ പറ്റുകയുള്ളൂ. സോ ഇറ്റ് കണ്ടെയ്ൻ 7 സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ തേർഡ് റൂളിൽ പറയുന്ന കാര്യം. സോ ഇനി നമുക്ക് ഫോർത്ത് റൂള് പറയാം. ഫോർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ ഒന്നിൽ വലിയൊരു നമ്പർ വരിക, അപ്പോൾ അതിനകത്ത് സീറോ ഇൻക്ലൂഡ് ആണെങ്കിൽ വിത്തൗട്ട് എനി ഡെസിമൽ പ്ലേസ് ഒന്നും ഇല്ലാതെ വരികുമ്പോൾ അതിന് അവസാനം വരുന്ന സീറോസിന് നമ്മൾ ട്രെയിലിംഗ് സീറോസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ ട്രെയിലിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2100. ഇതിനകത്ത് 2100 ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ആൻസർ 2 എന്ന് എഴുതും. കാരണം ഇതൊരു എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്, വിത്തൗട്ട് ഡെസിമൽ പ്ലേസ് ആണ്, അവസാനം വന്നിരിക്കുന്ന സീറോയെ നമ്മൾ വിളിക്കുക ഇവിടെ ട്രെയിലിംഗ് സീറോ എന്നാണ് വിളിക്കുന്നത്. സോ ഈ ട്രെയിലിംഗ് സീറോയെ നമുക്ക് എന്ത് പറയാം, ഈ ട്രെയിലിംഗ് സീറോയെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ഉള്ളൂ, 2ഉം 1ഉം. സോ ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് സീറോസ് ഒരു 1ൽ, അതായത് നമ്പർ ഗ്രേറ്റർ ദാൻ 1ഉം ആണ്, അവസാനം വന്നിരിക്കുന്ന സീറോസ് ആണ്, അതിന് ട്രെയിലിംഗ് സീറോസ് എന്ന് നമ്മൾ വിളിക്കും. ഈ സീറോസ് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എത്ര നമ്പർ ഉണ്ട്, 3 നമ്പരേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു കാര്യം നോക്കിയാൽ, അതാണ് 5ാമത്തെ ഇമ്പോർട്ടൻറ്റ് റൂള്. ഫോർ എ നമ്പർ വിത്ത് ഡെസിമൽ, നമ്മൾ എടുക്കുന്ന നമ്പറിനകത്ത് ഡെസിമൽ ഉണ്ടാവുകയും അതിൻ്റെ അവസാനം വരുന്ന സീറോസ്, ദാറ്റ് ഈസ് ദ ട്രെയിലിംഗ് സീറോസ് ആർ, നമുക്ക് എന്തായിട്ട് എടുക്കണം സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് എടുക്കണം. മേളത്തും തമ്മിൽ നോക്കണം. ഇവിടെ 2100 എന്ന് പറയുന്നതിനകത്ത് ആ 00 എന്ന് പറയുന്നത് അവസാനം കിടക്കുന്ന സീറോ ആണ്, അതിനെ ട്രെയിലിംഗ് സീറോസ് എന്നാണ് പറയുന്നത്. ആ ട്രെയിലിംഗ് സീറോസിന് നമുക്ക് എന്താണ്, ഡെസിമൽ ഇല്ല, ഒന്നിൽ കൂടി വലിയൊരു നമ്പറുമാണ്. ആ വരുന്ന അവസാനം വരുന്ന സീറോസ്, ട്രെയിലിംഗ് സീറോസിന് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവിടെ ഡെസിമൽ പ്ലേസ് കൂടെ വരികയും അതിനുശേഷം വരുന്ന സീറോയെ നമ്മൾ എന്തായിട്ട് കൗണ്ട് ചെയ്താലേ പറ്റത്തുള്ളൂ, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. 512.00 അവസാനം വന്ന സീറോ അല്ലേ. സോ ഇതിനകത്ത് ഈ സീറോയും കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. സോ ഇറ്റ് കണ്ടെയ്ൻ 6 സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. 5.10. ഈ 5.10ൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്. കാരണം ഡെസിമൽ കഴിഞ്ഞിട്ടാണ് സീറോ വരുന്നത്, ട്രെയിലിംഗ് സീറോ ആണ്. ആ ട്രെയിലിംഗ് സീറോയിനെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് എടുത്തേ പറ്റുകയുള്ളൂ. സോ മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, 5.10 × 10⁻3. അപ്പോൾ ഇവിടെ ഈ ഒരു റൂളിനകത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടോ, 10 to the power ആയിട്ട് ഏത് നമ്പർ വന്നാലും അതിനെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യേണ്ട. ബാക്കി അതിന് മുന്നിൽ കിടക്കുന്ന നമ്പർ ഏതാണോ നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരമുള്ളതനുസരിച്ചുണ്ടെങ്കിൽ അവയെ നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതുക. അത്രയും ആയിരിക്കും അവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ. 5.100 ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്, ഡെസിമൽ പ്ലേസ് കഴിഞ്ഞാണ്, അവസാനമാണ് സീറോ വന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് ട്രെയിലിംഗ് സീറോ എന്ന് വിളിക്കാം. അപ്പോൾ 1 2 3 4 5, അപ്പോൾ ഇതിനകത്ത് 5 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ് ഉള്ളത്. സോ ഇനി നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ എന്ത് പറയാം, ഒരു സീറോ വരുന്നതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടെത്തും. അപ്പോൾ സീറോ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പറിന് മുന്നിലാണെങ്കിൽ അതിനെ നമുക്ക് ലീഡിങ് സീറോ എന്ന് വിളിക്കാം. ആ ലീഡിങ് സീറോസ് വന്നാൽ അതിനെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് എടുക്കില്ല. സോ ഇറ്റ്സ് എ നോട്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. സീറോസുകൾ ഇനി എവിടെ വരാം, 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരാം. അതിനെ നമ്മൾ ട്രാപ്പ്ഡ് സീറോ എന്ന് നമ്മൾ പറയും. ആ ട്രാപ്പ്ഡ് സീറോ ആയിട്ട് വന്നാൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തേ പറ്റൂ, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് എടുത്തേ പറ്റുകയുള്ളൂ. സോ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ട്രെയിലിംഗ് സീറോ ആണ്.
സോ ഈ ട്രെയിലിംഗ് സീറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഡെസിമൽ ഉണ്ടെങ്കിൽ അതാണ് അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഡെസിമൽ ഉണ്ട്, നോ ഡെസിമൽ. ഡെസിമൽ ഉണ്ടെങ്കിൽ അവസാനം വരുന്ന സീറോയെ എല്ലാം എന്തായിട്ട് എടുത്തേ പറ്റത്തുള്ളൂ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുത്തേ പറ്റുകയുള്ളൂ. ഡെസിമൽ ഇല്ല, ആ ട്രെയിലിംഗ് സീറോയെ നമുക്ക് എന്തായിട്ട് എടുക്കണ്ട? നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. പിന്നെ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ അപ്പം സീറോ വരുന്നതിനെയാണ് പ്രധാനമായിട്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. സോ ഈ ഒരു സിമ്പിൾ റൂൾസ് ഈ ചാർട്ട് പോലെ നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. സോ അടുത്തതായി നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അരിത്തമാറ്റിക് ഓപ്പറേഷനിലും നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോ അതിൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കണം റൂൾസ് ഫോർ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് എഴുതുക. റൂൾസ് ഫോർ അരിത്തമാറ്റിക് ഓപ്പറേഷൻ. റൂൾസ് ഫോർ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എന്താ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ അഡീഷൻ വന്നാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ സബ്ഹെഡിങ് ആയിട്ട് എഴുതണം 1, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ in some or difference. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ സം ഓർ ഡിഫറൻസ്. സോ നിങ്ങൾ ഈ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, സം ഓർ ഡിഫറൻസ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ആ ആൻസർ എഴുതുന്നതെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആദ്യം ഇതിൻ്റെ റൂൾസ് ഞാൻ എഴുതാം. ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ, നമ്മൾ അഡീഷൻ ചെയ്യുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാ? ഡിഫറൻസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴോ നമ്മൾ എഴുതുന്ന ദ ഫൈനൽ റിസൾട്ട് കണ്ടെയ്ൻ അല്ലെങ്കിൽ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് റിറ്റെയിൻ as many decimal places as there in the number with least decimal place. അതായത് നമ്മൾ സം ഓർ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ നമ്പർ നിങ്ങളെ തന്നിട്ട് അതിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാൻ പറയും. സോ അതിനകത്ത് ഡെസിമൽ പ്ലേസും ഇൻക്ലൂഡ് ആയിരിക്കും. സോ ആ സമയത്ത് നമ്മൾക്ക് എടുക്കുന്ന ഫൈനൽ റിസൾട്ടിനകത്തും എന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും? ഡെസിമൽ പ്ലേസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. സോ ആ ഡെസിമൽ പ്ലേസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ടേമിൽ നമുക്ക് എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എഴുതുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് ഞാൻ തന്ന റൂളിനകത്ത് ഈ ഒരു സാധനം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ എഴുതുന്ന ഫൈനൽ റിസൾട്ട് എഴുതുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡെസിമൽ പ്ലേസിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് കണ്ടെത്തുക, എണ്ണിയെടുക്കണം. ആ ലീസ്റ്റ് ഡെസിമൽ പ്ലേസിൻ്റെ എണ്ണത്തിലായിരിക്കും നമ്മൾ ഫൈനൽ റിസൾട്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 436.32 പ്ലസ് 227.2 പ്ലസ് 0.301. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന ആൻസർ 663.8 എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആൻസറിനകത്ത് ഞാൻ 663.8 എന്ന് എഴുതിയത്? സോ ഇത് നോർമലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 436.32
0.32 പ്ലസ് 227.2 പ്ലസ് 0.301 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിവിടെ കിട്ടുന്ന നമ്പർ 663.821 എന്ന നമ്പറാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. പക്ഷെ ഞാനിവിടെ എഴുതിയ ആൻസർ 663.8 എന്നാണ് എഴുതിയത്. നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേഷനിൽ ആ റൂൾ പ്രകാരം നമ്മൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ നിങ്ങൾ നോക്കണം. സോ ഇവിടെ 32 ആണ്, ഇവിടെ 0.2, അവിടെ 2 ആണ്, ഇവിടെ 301 ആണ്. സോ ഇവയുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഇതിനകത്ത് 2 ആണ്, സോ ഇതിനകത്ത് 1 ആണ്, ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് നോർമലി കിട്ടിയ ആൻസർ 663.821 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് നോക്കുമ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്ന ആൻസറിൻ്റെ അകത്ത് എന്ത് ആവും? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ ടൈമിൽ എഴുതാവും. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നവയിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ലീസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെ എത്ര ആൻസർ എഴുതേണ്ടത്? ഒരു സിഗ്നിഫിക്കൻറ്റ്. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 1 എന്ന് പറയുമ്പോൾ 663.8 ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. 7.21, 12.141, 0.0028 ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ നോക്കി 83531. ഇതാണ് ആൻസർ കിട്ടിയത്. സോ ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്തോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുക, ഇതിനകത്ത് ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര? 2 ആണ്. സോ ആൻസർ എത്ര എഴുതാം നമുക്കിവിടെ? 19.35. ഇതാ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ ടേമിലായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ഇവിടെ ഫൈനൽ ആൻസർ നിങ്ങൾ എഴുതേണ്ടത്. ഇതാണ് എന്തെന്ന് നോക്കുക, അഡീഷനോ സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ റൂള് ഉപയോഗിക്കുന്നത്. ഇനി നമ്പർ 2, രണ്ടാമത്തെ റൂള്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ പ്രോഡക്റ്റ് ഓർ കോഷ്യന്റ്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ വരുമ്പോൾ നമ്മളിവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പ്രോഡക്റ്റ് ഓർ കോഷ്യന്റ് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നിങ്ങൾ എഴുതുന്ന ഫൈനൽ ആൻസറിനകത്ത് നിങ്ങൾ നോക്കണ്ട. ആദ്യം ഞാൻ റൂള് പറഞ്ഞു തരാം. റൂള് നോക്കിക്കോളൂ. ഇൻ മൾട്ടിപ്ലിക്കേഷൻ or division, the final result should retain as many significant figure. Many significant figure as are there in the original number with least significant figure. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ അഡീഷനോ സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കണ്ടെത്തിയിട്ട് ആ ലീസ്റ്റ് ഡെസിമൽ പ്ലേസിൻ്റെ എണ്ണത്തിലായിരിക്കണം നമ്മൾ ഫൈനൽ റിസൾട്ട് എഴുതിയത്. പക്ഷേ പ്രോഡക്റ്റ് ഓർ കോഷ്യൻ്റ് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഗിവൺ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ എടുക്കണം. ആ നമ്പറുകളിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. ആ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ടേമിലായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ഫൈനൽ ആൻസറിനെ നിങ്ങൾ എഴുതേണ്ടത്. സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നോട്ട് ചെയ്തോളൂ. 2.13 into 24.78
ഡിവൈഡഡ് ബൈ 458.2 എന്നൊരു നമ്പർ നിങ്ങളുടെ തരിക. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്, ആൾറെഡി എന്തും വരുന്നുണ്ട്, ഡിവിഷനും വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 0.115193 എന്നൊരു നമ്പറിലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കണം, ഇതിലെ എല്ലാ നമ്പറുകളുടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം നിങ്ങൾ എഴുതണം. ആദ്യത്തെ നമ്പറിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. രണ്ടാമത്തെ ഈ 24.78 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 458.2 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടിനകത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ 3 ആണ്. സോ ഫൈനൽ റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ കാണാവൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ കാണാവൂ. അത് 0.115 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. 0.115 എന്ന് നമുക്കവിടെ എഴുതാം. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ക്വസ്റ്റ്യനൂടെ ഞാൻ തരാം. ആ ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിവിഷൻ്റെ കേസിലുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. സോ ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് എ ബോഡി ഈസ്, ഒരു ബോഡിയുടെ മാസ് തരികയാണ് 4.237 ഗ്രാം. 4.237 ഗ്രാം. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് വോളിയം, ആ ബോഡിയുടെ വോളിയം എന്ന് പറയുന്നത് 2.51 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. സോറി, ഫൈൻഡ് ഇറ്റ്സ് വോളിയം അല്ല, ഫൈൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. ഫൈൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. കാരണം നമുക്കൊരു ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. സോ 4.237 ഡിവൈഡഡ് ബൈ 2.51 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 4.237 ഡിവൈഡഡ് ബൈ 2.51 ഈസ് ഈക്വൽ ടു, വി ഗെറ്റ് ദ ആൻസർ ഈസ് 1.68804 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല ആൻസർ എഴുതേണ്ടത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ടേമിൽ ആൻസർ എഴുതുമ്പോൾ നമ്മളെടുത്ത നമ്പറുകളൊന്ന് നോക്കണം. സോ ഇതിനകത്ത് 4.237 എന്ന് പറയുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അതുപോലെ 2.51 എന്ന് പറയുന്നിടത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. സോ ഫൈനൽ ആൻസർ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ടേമിൽ എഴുതുക എന്ന് പറയുമ്പോൾ 1.68 എന്നതായിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. സോ ഗ്രാൻഡ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, ഇതാണ് ഇതിൻ്റെ ഡെൻസിറ്റി. സോ ഈ സിമ്പിൾ അരിത്തമാറ്റിക് റൂള്, അപ്പം അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ ടേമിൽ നമ്മൾ ഇങ്ങനെയാണ് ആൻസറിനെ നമ്മൾ പ്രധാനമായിട്ടും എഴുതുന്നത്.